എന്തെങ്കിലും ആവട്ടെ, സംഭവിച്ചതൊക്കെ കുട്ടിന്, സംഭവിച്ചിട്ടിരിക്കുന്നതൊക്കെ കുട്ടിന്, സംഭവിക്കാൻ പോണതൊക്കെ കുട്ടിന്. ഇനി ഒന്നും സംഭവിച്ചില്ല, അതൊക്കെ നമ്മൾ അനൂപിൻ്റെ അവിടെ എത്തി. ഇവിടുന്ന് സ്റ്റാർട്ടാണ്. ഞാൻ ഇപ്പോൾ വർക്ക് കഴിഞ്ഞ് വീട്ടിൽ നിന്നാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 10 മണീൻ്റെ അടുത്ത്, 9:45 അപ്പോൾ അവൻ വരണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചില്ലഞ്ചേരി പോയിട്ട് വിഷ്ണുവിനെയും കൂടെ വിളിക്കണം. ഇവിടെയാണെങ്കിൽ നല്ല മഴ. നേരെ പോണി നമ്മുടെ വണ്ടി അക്കുവിൻ്റെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് അവിടെ നിന്ന് ബസ്സിൽ പോകാനാണ് പ്ലാൻ. ഇപ്പൊ നിനക്ക് ചൊരിക്കണ്ടേ? അയ്യട്ടാ. വിനീതേട്ടൻ, നക്കു, ജിഷ്ണു, വിഷ്ണു, അനൂപ്, പിന്നെ ഞാനും. നമ്മൾ അങ്ങനെ ന്യൂ ഇയർ സെലിബ്രേഷൻ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. എടുത്തുതരാൻ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ബസ് അവിടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. സെമി സ്ലീപ്പറാണ്, AC. അപ്പൊ നമ്മൾ നേരെ പോവാണ്. നമ്മൾ 6 പേരുണ്ട് കേട്ടോ. ന്യൂ ഇയർ എങ്ങനെ ഉണ്ടാവും നമുക്ക് കാണാം. ഓക്കെ, ഓട്ടോയ്ക്ക് സംസാരിച്ച് നോക്കണം കേട്ടാക്കു. പോവാ, ഓട്ടോ കിട്ടി. ചേട്ടന് ഫുഡ് വേണം പറഞ്ഞു വന്നിരിക്കണം കേട്ടാ. അർജുന നീ വരുന്നില്ലേ? എടാ നീ വരുന്നില്ലേ? എന്താ ബസ് നമ്മളെ കൊണ്ട് പറഞ്ഞ ജോസ്കോന്റെ ഫ്രണ്ടിൽ വരാട്ടോ. അപ്പൊ നമ്മളെത്തിണ്ട്. സെമി സ്ലീപ്പർ വന്നു കേട്ടാ. നല്ല വണ്ടിയാണ്, നല്ല റേറ്റിംഗ് ഉണ്ട് ഇതുകൊണ്ട് അത്യാവശ്യം. അപ്പൊ നമ്മളെന്തായാലും കേറട്ടെ. ലെറ്റ്സ് ഗോ. നമ്മൾ വന്ന ബസ് പോയിക്കണം. ആറ്റിങ്ങിലേക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. നമുക്ക് വർക്കല പോകണം. കല്ലമ്പലത്തിൽ ഇറങ്ങി പോകണമായിരിക്കും കുറച്ചും കൂടെ. നല്ല കാര്യം, ബസ് നല്ല വൈകിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മൾ വലിയ റൂമൊക്കെ റെഡിയാക്കിയിട്ട് പോകണം. ബസ്സിന് ഏകദേശം ഒരു 900 സംതിങ് നമ്മൾ ആദ്യം ബുക്ക് ചെയ്തപ്പോൾ വന്നു. പിന്നെ ഒരാളില്ലാതായപ്പോൾ ടിക്കറ്റിൻ്റെ റേറ്റ് കുറച്ച് വന്നു. ഒരു 700 സംതിങ് എന്തോ ആയപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ വന്ന് കാര്യകർമ്മങ്ങളൊക്കെ സാധിക്കട്ടെ. പറഞ്ഞാക്കൂ ഇറങ്ങിയിട്ട് നമ്മളിവിടെ ഒരു റൂം പരിചയക്കാരൻ റെഡി ആക്കി തന്നാണ്. 1500 അല്ലേ പറഞ്ഞേ? 1500 പറഞ്ഞു. വർക്കല ബീച്ചിക്ക് പറഞ്ഞ ഒരു 11 കിലോമീറ്റർ. എന്ത് 6 പേരില്ല, 9000 രൂപയോ? പക്ഷെ 1500 രൂപ പറഞ്ഞത്. നമ്മളെന്തായാലും റൂം എടുത്ത് നോക്കുമ്പോൾ അത്യാവശ്യം വിശാലമായിട്ടുണ്ട്. വർക്കല ബീച്ചിന്റെ അവിടെ റൂമൊന്നും കിട്ടാനില്ല. നമ്മൾ പെട്ടെന്നുള്ള പ്ലാനാണല്ലോ എല്ലാ പരിപാടിക്കും. അപ്പൊ അതുകൊണ്ട് അവിടെ റൂമൊന്നും കിട്ടാനില്ല. അവിടെ ഒരു കിച്ചൺ ഏരിയ വരുന്നുണ്ട് നമുക്ക്. ഇവിടെ ഒരു കിച്ചൺ ഏരിയ, നേരെ അവിടെ ഫ്രണ്ടിൽ അവിടെ ഒരു ബാത്റൂം, ഇങ്ങനെ കാലത്ത്. പിന്നെ ഇവിടെ കുറച്ച് ഇങ്ങനെ കുഴപ്പമില്ല. 1500 രൂപയ്ക്ക് ലാഭമുള്ള പരിപാടിയാണ്. ഇവിടെ അനൂപ് വെറുതെ ഇരിക്കുന്നുണ്ട്, ഒരു പരിപാടി ഇല്ലാണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബെഡ്റൂം വരും കേട്ടോ. ആക്ച്വലി ഇവിടെ നമ്മളിപ്പോൾ 6 പേരുണ്ട്. 2 പേര് ഇവിടെ പിന്നെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കേണ്ടി വരും. അതെ, ഫാന് മാത്രം കറങ്ങുള്ള അതൊരു ഇത്. പക്ഷേ AC ഉണ്ട്, കുഴപ്പമില്ല. എന്തായാലും സംഭവം സെറ്റപ്പാണ്. ഇതിലോട്ട് കിടക്കാം. എന്തായാലും എല്ലാവരും കൂടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ നല്ല വിശാലമായിട്ടുള്ള സ്പേസ് ഇവിടെ കണ്ടില്ലേ നിങ്ങൾ? ഇത്രയുണ്ട്. അവിടെ കിച്ചൺ അങ്ങനെ വരുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇന്നത്തെ കഴിഞ്ഞ് വെള്ളിച്ച് പുറത്തേക്ക് ഇറങ്ങി ചായ കുടിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത്, ഉച്ച നേരം റെസ്റ്റ് എടുത്തിട്ടായിരിക്കും നമ്മൾ നേരെ നമ്മൾ കാലത്തെത്തി. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കിടന്ന് കഴിഞ്ഞ് നമ്മൾ എണീച്ച് ഇപ്പോൾ ഒരു 3 മണിയായിട്ടുണ്ട്. 3 മണിക്ക് നമ്മൾ നേരെ വർക്കല ബീച്ചിലേക്ക് യാത്ര തുടരുകയാണ്. ഇവിടെ നല്ല ഇറങ്ങണം. അപ്പോൾ ഓട്ടോയ്ക്ക് എന്താ റേറ്റും സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ. ഇവിടെ നമ്മൾ ഈ വഴിയാണ് പോകേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. വണ്ടിക്ക് എത്രയും ഓട്ടോ ബുക്ക് ചെയ്ത് 100 രൂപ പറഞ്ഞു. അയാൾ എത്ര 2 മണിക്ക് വരാ പറഞ്ഞു? 2 മണി പറഞ്ഞു. വിളിക്കാന്ന് പറഞ്ഞു. നമ്പർ മേടിച്ചിന് സെറ്റാക്കി മതി. ആള് ഒരുമേറൊക്കെ ആയിട്ട് എൻജോയ് ചെയ്തില്ലെങ്കിൽ കാണാല്ലേ. ആ, അപ്പൊ എന്തായാലും ഞമ്മള് ഇവിടെ ഇന്ന് വർക്കല ഇരിക്കുകയാണ്. നേരെ പോകണം. അവിടെ ഒരു ആളെ കണ്ടപ്പോൾ നമ്മൾ ചോദിച്ചില്ല. അവിടെ എന്തൊക്കെ പരിപാടി, ഫുള്ള് പരിപാടിയാണ്. അത് അവിടെ എത്തിപ്പെട്ടാൽ മതി എന്നാണ് പറഞ്ഞത്. പോയെന്താ എന്തായാലും എല്ലാവരും കഴിച്ചു വരുന്നുണ്ടല്ലേ. ഇവിടെയാണ് ഈ പഴമ്പൊരു രക്ഷയില്ല. ശിവരാമിൽ അടിയാമോനവിടെ ഫുള്ള് സീന്. ഓട്ടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പഴക്കായി.
നമ്മളങ്ങനെ ബീച്ച് സൈഡ് എത്തിയിട്ടുണ്ട് കേട്ടാ, പോയി നോക്കാം. എന്തായാലും അക്കുവാണ് നമ്മുടെ വഴി കാട്ടി. നമ്മൾ 2-3 ബസ്സൊക്കെ കയറിയിട്ട് വന്നിട്ട് ആക്ച്വലി അത്ര തിരക്കില്ല, ഇനി കുറച്ച് കഴിയുമ്പോൾ തിരക്ക് വരികയായിരിക്കും. അങ്ങനെ നടന്ന് നമ്മൾ പണ്ടൊരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു അവിടെ. അതിൻ്റെ ഞാൻ വ്ളോഗൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ആ മെമ്മറീസൊക്കെ ഞാനും അനൂപും അക്കുവും കൂടി ഇങ്ങനെ അയവറക്കാണ്. ആക്ച്വലി ജിഷ്ണു, ഞാനും അക്കു, അനൂപും പിന്നെ ആരുണ്ടായിരുന്നു വേറെ, നമ്മൾ 3 പേരല്ലേ അയവർക്ക്. അങ്ങനെ കുറച്ച് പേരും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും പോയൊക്കെ. ഞാൻ ഇവിടെ നിന്നാണ് പണ്ട് ആദ്യമായിട്ട് മൈക്ക് പിടിച്ചിട്ട് പാടണത്, അതായത് കുതന്ത്രം പാട്ട് പാടണം. ആ വീഡിയോസ് ഞാൻ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം, എനിക്ക് ഉണ്ടോയെന്ന് അറിയില്ല, തപ്പി നോക്കണം. അങ്ങനെയൊന്നും പറയല്ലേ, ഇവിടെ കേൾക്കുന്നുണ്ട്. ചെറിയ ഭൂമിയല്ല വിധിച്ചത് നമുക്ക്, ഉച്ചക്കിരിക്കിൽ നീ ഉയരത്തിൽ പറക്ക്, ചെറിയ പൂക്കാലും താമര കണക്ക്, ചോറ് പോരെ മണ്ണിൽ ജീവിക്കാം നമുക്ക്. ഇരവ് നമുക്കുള്ള പദവി പണമൊന്നും വേണ്ടടാ, ഇത് ഒരു ഗുണമുള്ള പോലടാ, മന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ളമൊന്നും പറയില്ലടാ. ആർട്ട് വർക്കാണോ അതോ കച്ചവടമാണോ? എന്തായാലും സംഭവം അടിപൊളിയായി. ഫുള്ള് തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരും അതുപോലെ ഫോറിനേഴ്സും അതുപോലെ ഹിന്ദിക്കാരുമാണ് കൂടുതൽ. മലയാളികൾ വളരെ കുറവാണ് കണ്ടതിൽ വെച്ച്, ഇതുവരെ വന്നതിൽ വെച്ചിട്ട്. ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണിയേ ചിപ്പിയുള്ളിൽ. കുറച്ച് ഫോറിനേഴ്സ് വേണ്ട, അവർ ഫാമിലി ആയിട്ട് വന്നാട്ടെ, എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിയെ കുറച്ച് നേരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടെ. ഇനിയിപ്പോൾ ന്യൂ ഇയർ ആവും, ഈവനിങ് ആവണം, എന്തെങ്കിലും പരിപാടി ഉണ്ടാവുമെന്നൊക്കെ അറിയണേ. കുറേ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു പോയി. ഇതിന് കണ്ണാടിയൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടാ. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കാം. അക്കാണ് പീസ് കാണിച്ചിട്ട്. എല്ലാവരും ഓക്കെ അല്ലേ? ഇഷ്ടം പോലെ കച്ചവടക്കാരുണ്ട് കേട്ടോ. ന്യൂ ഇയർ സെലിബ്രേഷൻ നമ്മൾ എവിടെയായിരിക്കും എൻജോയ് ചെയ്യാൻ പോകുന്നത് യാതൊരു പ്രതീക്ഷയില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ കാഴ്ചകളല്ലേ, ഒരു കുട്ടികൾ നോക്കിയാൽ വട്ടത്തിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കട്ടെ. നമ്മുടെ ജിഷ്ണു അവിടെ ഇരുന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരാൾ സുഖമായിട്ട് കിടന്നിറങ്ങും. എന്തൊക്കെ കാഴ്ചകളല്ലേ. ഞാൻ അങ്ങനെ ആലോചിക്കണം, ഈ ബീച്ചിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ്. എന്താ പറയുന്നത്, കുറേ പേര് ഉറങ്ങണു, കുറേ കുട്ടികൾ കളിക്കണു, കുറേ ഫാമിലിയേഴ്സായിട്ട് എൻജോയ് ചെയ്യണം. ആ ഫോറിനേഴ്സിനെ കണ്ടില്ലേ, മണ്ണൊക്കെ മൂടിയിട്ട് അവർ അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കണം. കുറേ കാഴ്ചകൾ കാണില്ല. പക്ഷേ ഈ വർക്കല ബീച്ചിൽ മാത്രം ഫോറിനേഴ്സൊക്കെ വന്നിട്ട് ഡിഫറെൻറ്റ് കൾച്ചറിൻ്റെ ആ ഒരു സാധനം മിക്സ്ഡായിട്ട് കാണാൻ പറ്റുള്ളൂ. കേരളത്തിൽ വേറെ എവിടെ പോയി അങ്ങനെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് അക്കു നേരെ അവിടെ സീറ്റിൽ കയറി ഇരിക്കട്ടെ. കുറച്ച് കഴിയുമ്പോൾ എന്തായാലും ഇറക്കി കൂടെ ഇരിക്കരാം. അവൻ്റെ ആൾക്കാർ പോയപ്പോൾ എന്താ ചേട്ടാ സീറ്റിലൊക്കെ പോയിരിക്കണം. എനിക്ക് വേണ്ടി സെപ്പറേറ്റാ വിനിയേട്ടാ. അടി കിട്ടണതിന് മുന്നേ പോണേക്കാര് നല്ലേ. ഇവിടെ നിന്നിട്ട് കുറച്ച് നേരം പാട്ടൊക്കെ കേട്ടിട്ട് ഇരിക്കാന്ന് പറഞ്ഞിട്ട് 2 സ്പീക്കർ ഉണ്ട് എൻ്റെ അനൂപിൻ്റെ. നമ്മളിതാ ഈ ഒരു കുടൻ്റെ തണലത്ത് വന്നിട്ട് ഇങ്ങനെ ഇരിക്കണം. കുറച്ച് കഴിയുമ്പോൾ സൺസെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് വേണമെങ്കിൽ കുറച്ച് ഫ്രണ്ട് ഇരിക്കാം. ഇപ്പോൾ സൺസെറ്റ് കാണാൻ എല്ലാവരും ബീച്ച് സൈഡിൽ വന്നിരിക്കുകയാണ്. ഫോറിനേഴ്സിന് അനൂപ് ഫോട്ടോ എടുത്ത് കൊടുക്കാട്ടോ. മറ്റേ ഇങ്ങനെ കാണിക്കണ പോലെ എനിക്ക് ഇഷ്ടപ്പെട്ട എന്നൊക്കെ ചോദിക്കാട്ടാ. കൊള്ളാലോ, അടിപൊളിയല്ലേ. അപ്പോൾ അവരിങ്ങനെ ആ അടിപൊളിയാണ്, ആ കുഴപ്പമില്ല. മറ്റുള്ള ചെറിയൊക്കെ കണ്ടില്ലേ, എന്ത് സ്നേഹമുള്ള പിള്ളേരാണല്ലേ കേരളത്തിൽ. അതാ കൈ കൊടുക്കാൻ കൈ കിട്ടിയില്ല. സുഖം, പീസ് ഔട്ട്. ബീച്ചിൽ നിന്ന് മേലെ മോറി അങ്ങ് കാണാൻ നമ്മുടെ ബീച്ചാട്ടോ. അടിപൊളിയായിട്ടൊക്കെയാണ് പിള്ളേരെല്ലാവരും കയറി വന്നിട്ടുണ്ട്. സംഭവം നമ്മൾ ആ സ്റ്റെപ്പ് കയറി വരുമ്പോഴേക്കും അത്യാവശ്യം ടയർഡായിട്ടാണ് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവിടെ ബീച്ചിൽ നിൽക്കുമ്പോൾ ഒരാളുടെ അടുത്ത് ചോദിച്ച് അപ്പോൾ എവിടെയാണ് നല്ല കിടിലം പരിപാടിയുള്ളത് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞ് ആ എൻഡ് പോയാൽ മതി, നേരെ ഫ്രണ്ടിൽ കാണാൻ എൻഡ് പോയാൽ മതി, അവിടെ കിടിലം പരിപാടിയാണെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാട്ടാ. ഒരിക്കൽ വന്നിട്ട് ഞങ്ങൾക്ക് ഇത് ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാൻ നമ്മൾ തിരിച്ചു ടൈമില്ല, ഞങ്ങൾക്ക് ട്രെയിനിൽ തിരിച്ചു പോകേണ്ടി വന്നു. അപ്പോൾ എന്തായാലും അങ്ങനെയാണ് നമ്മൾ ന്യൂ ഇയർ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത്. മെയിൻ്റെ ഒരു ന്യൂ ഇയർ വിഷസ് പറയായിരുന്നില്ല ബ്രൂണോൻ്റെ അടുത്ത്. ഹിൽ വ്യൂ ഇവിടെയാ. ആക്ച്വലി നമ്മുടെ നെല്ലിയാമ്പതിയിൽ ഹിൽ വ്യൂ ഉണ്ട് കേട്ടോ. അതായത് നല്ല റേറ്റാണ്, നമ്മളെ കൊണ്ട് താങ്ങൂല. അതാണ് നമ്മൾ കയറാത്തത്. മിനി ഗോവയാണ്.
ഇനിയിപ്പോൾ അങ്ങോട്ട് കുറേ നടക്കാണ്ട്, ഏകദേശം ഒരു 2-3 കിലോമീറ്ററിന് അടുത്ത് നടക്കാണ്ട്, അത്രയില്ല. പോണ വഴിയിൽ സൈഡിലാണ് ഈ കുറേ DJ പാർട്ടീസും പരിപാടിയൊക്കെ ഉള്ളത്. റൂമിലുള്ള റേറ്റ് അതായത് 10,000 രൂപ മോഡിക്ക് മാത്രമേ ഉള്ളൂ. 30-ാം തീയതി നമ്മൾ ബുക്ക് ചെയ്താണെങ്കിൽ ജസ്റ്റ് 8,000 അല്ലെങ്കിൽ 6,000, 5,000, 2,000 സംതിങ്. അത് കഴിഞ്ഞ് കേസ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പാരാണ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. ആർക്കൊക്കെ പണി കൊടുക്കാന്നുള്ള മൈൻഡിലിരിക്കുകയാണ്. ഞാൻ വീടെടുത്ത് വെക്കുമ്പോൾ നമ്മുടെ പിള്ളേരെ കാണാൻ പറ്റില്ല. ഒരു തപ്പണം, ഒരു ഫ്രണ്ടിൽ പോയാൽ ബാക്കിലേക്ക് ഉണ്ടോയെന്നൊന്നും അറിയില്ല. മുന്നോട്ട് പോയി ഇതൊക്കെ ഉണ്ടല്ലേ, ഇതൊക്കെ നമുക്ക് ഇവിടെ വരികയാണെങ്കിൽ ഫ്രഷ് ആയിട്ട് അവർ പൊരിച്ച് തരും കേട്ടോ. എന്തായാലും സംഭവം അടിപൊളി. ഫുള്ള് റെസ്റ്റോറൻറ്റ് സൈഡിലൂടെ നമ്മളിങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബൊമ്മാരവിടെ പോയി എനിക്കറിയില്ല, ഞാൻ ഒറ്റയ്ക്ക് ഏകദേശം ഒരു എനിക്കൊണ്ട് 2 കിലോമീറ്റർ നടന്നുണ്ടാവും അല്ലേ? ഇപ്പോൾ തന്നെ അതൊക്കെ കൂടുതൽ നടന്നുണ്ടാവും അല്ലേ? ന്യൂ ഇയർ സെലിബ്രേഷൻ വിത്ത് ഡോഗ് അക്കു. കുടി ഗൈസ്, അക്കു പെട്ടു ഗൈസ്. ഉള്ളിലൊരു നായുണ്ട്, അതിനെങ്കിലും കൊണ്ട് കൊടുക്കുക. പക്ഷെ അക്കു നായ്ക്കൾക്ക് വേണ്ടി ഇത്രയും അക്കു അവിടെ ഇട്ടിട്ട് വാ. എന്തായാലും ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ, അത്രയൊക്കെ പറയാനുള്ളൂ. ഒരു ഏരിയയിൽ നിന്ന് എത്ര കിലോമീറ്റർ നടന്നു തന്നെ അറിയില്ല. അവിടെ ഒരു ലൈവ് പ്രോഗ്രാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു DJ പരിപാടി ഉണ്ട്. ഉള്ളടത്തിൽ ഏറ്റവും ബെറ്റർ ഇവിടെയാണ്. അവിടെ ആകുമ്പോൾ ഒരു 12 മണിയാകുമ്പോൾ ഈ പോലീസുകാർ ക്ലോസ് ചെയ്യും. ഇവിടെ ആകുമ്പോൾ ക്ലോസ് ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. ആണെങ്കിൽ ഫുള്ള് തിരക്കാണ്. നമ്മൾ നടന്ന് വേറൊരു എൻ്റെ തന്നെ എത്തി. ഈ അറ്റെത്തിയപ്പോൾ ഇവിടെ ഒരു എൻട്രി പോയിന്റ് ഉണ്ട്. ഇതിൻ്റെ അങ്ങോട്ട് കയറി കഴിഞ്ഞ് ഇതിൻ്റെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ ഈ കാണുന്നത്. അത് ആക്ച്വലി അവിടെ നമ്മുടെ കടൽ വരും. അവിടെ ഫുള്ള് ബീച്ച് പരിപാടിയൊക്കെ ആയിട്ട് ഒരാൾ കയറി നോക്കിയിട്ട് നമുക്ക് പരിപാടി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കയറിയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ അക്കോ അതിൻ്റെ അടിയിൽ കയറി കൊട്ടിക്കുന്നു. ബ്രോ ഒരു ഹാപ്പി ന്യൂ ഇയർ ബ്രോ. ഹാപ്പി ന്യൂ ഇയർ ബ്രോ. ഹാപ്പി ന്യൂ ഇയർ ബ്രോ. കാണുന്നവരുടെ അടുത്ത് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കാട്ടാ. അങ്ങനെ നമ്മൾ വന്ന് നല്ലൊരു കിടിലം പ്ലേസ് എത്തിയില്ല. അത്യാവശ്യം DJ പരിപാടിയൊക്കെ ഉണ്ട്. പരിപാടി തുടങ്ങണേ ഉള്ളൂ. നിങ്ങൾ കണ്ടില്ല അടുത്ത ഒരു ഏരിയ. നമ്മളിപ്പോൾ പടക്കം പൊട്ടുന്നതിന് നേരെ ചൂടിലാണല്ലോ കേട്ടോ. കണ്ടില്ലേ, സോ ബ്യൂട്ടിഫുൾ. രസമുള്ള പരിപാടിയല്ല വിഷു. വല്ലങ്ങി വേലയ്ക്ക് പോലും ഇങ്ങനെ ഒന്നും കാണാനില്ല അല്ലേ? കണ്ടില്ലേ ഞങ്ങള് ന്യൂ ഇയർ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഇങ്ങനെ പടക്കം പൊട്ടിക്കല്, ഇടയ്ക്ക് ഒരു DJ പരിപാടി ഇങ്ങനെ. ഓഹോ, പുതിയത് കിട്ടിയിട്ടാ അത് കൊളുത്തിട്ടാ. എന്താ പോലെ വൈബ്. പടക്കം കൊളുത്താൻ വേണ്ടിയിട്ടുള്ള ത്രില്ലിട്ടാ. അക്കുവിന് ആക്ച്വലി 2-3 എണ്ണം കിട്ടിയിട്ടാ. അക്കു ഞാൻ ആക്ച്വലി കളിയാക്കാൻ വേണ്ടി പറഞ്ഞിട്ടോ. അവരിങ്ങനെ കൊടുക്കുന്നു ഞാൻ വിചാരിച്ചില്ല. ഇതൊക്കെ നാളെ വരൂട്ടാ. ഇതൊക്കെ നാളെ വീഡിയോയിൽ വരൂട്ടാ. ഏകദേശം ഇപ്പൊ ഒരു 11 മണിയായിട്ടുണ്ട്. ഇവിടെ DJ പരിപാടിയൊക്കെ ഉണ്ട്. ഇപ്പൊ 2,500 രൂപ കൊടുത്തു വന്നവർക്ക് എന്താ ചെയ്യുന്ന അറിയില്ല. നമ്മൾ ഈ ബീച്ച് സൈഡ് കടന്നു വന്നാണ്. പൈസ പിന്നെ കൊടുക്കാറില്ല. 2 പൊറോട്ട കഴിച്ചു. 500 രൂപയ്ക്ക് 2 പൊറോട്ട കഴിച്ച് നല്ല റേറ്റ് ആണ്. ആക്ച്വലി DJ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഒരു 11 മണിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ 1 മണിക്കൂറും കൂടി ഉള്ളൂ പുതിയൊരു വർഷത്തേക്ക്. ലെറ്റ്സ് ഗോ ടു ന്യൂ ഇയർ, അല്ലെങ്കിൽ പുതിയൊരു വർഷം തുടങ്ങുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ നിങ്ങളുടെ എല്ലാവരുടെ അടുത്തൊരു ഹാപ്പി ന്യൂ ഇയർ പറയാം. ലെറ്റ്സ് ഗോ ടു ന്യൂ ഇയർ. പുതിയൊരു ക്രിമിനൽ ഡേ ആവട്ടെ. DJ ഒക്കെ വെച്ച് എൻജോയ് ചെയ്തിട്ട് വരാം. എന്താണ് പൊളിയല്ലേ പൊളിയല്ലേ പൊളിയല്ലേ. 2 മിനിറ്റ് കൂടെ വരണേ. ഒന്നും അറിയില്ല.
ആൾക്കാരെ ചതിച്ചിട്ടാ. അപ്പോൾ നമ്മുടെ പിള്ളേരെ നമ്മളെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യട്ടാ റെയിൽവേ സ്റ്റേഷനിൽ. ഇവിടെയുള്ള കുറേ പിള്ളേരെന്തായാലും വൈബ് അടിപൊളിട്ടാ. അയ്യോ അയ്യ, നമ്മൾ ഓട്ടോയിൽ കയറി നേരെ കല്ലമ്പലം പോട്ടാ. 600 രൂപ വേറെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ നിന്ന് വിക്കറ്റൊക്കെ ചെയ്ത് ഇറങ്ങി KSRTC ബസ്സിൽ യാത്ര ചെയ്തിട്ട് എറണാകുളം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു അരമണിക്കൂർ ഒടുക്കത്ത് ബ്ലോക്ക് എന്ന് പറഞ്ഞ ബ്ലോക്കാണ്. നമ്മളാണെങ്കിൽ ഒരു 6 മിനിറ്റിൻ്റെ അടുത്ത് വണ്ടിയിൽ ഇരുന്ന് മടുത്ത് ഭ്രാന്തായിട്ട് വരികയാണ്. അപ്പോഴാണ് ഇങ്ങനെ എന്ത് ചെയ്യാനാണ്. ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. നമ്മളിതിപ്പോൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഈ ഒരു പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ന്യൂ ഇയറൊക്കെ ആയി, പുതിയ വർഷമായി. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. മറ്റൊരു കിടിലൻ വീഡിയോ കാണാം.